നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഹുലിയൻ അൽവാരസിൻ്റെ കാര്യത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് ഒരു എഗ്രിമെൻറ്റിലെത്താൻ കഴിയും എന്ന പ്രതീക്ഷ ആഴ്സണലിനുണ്ട്. ഈ കാര്യം പറയുന്നത് ഫബ്രീസിയോ റൊമാനോയാണ്. നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ നല്ല വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റിൻ്റെ റിപ്പോർട്ടിന് നമ്മൾ എടുക്കുകയാണ്. മറ്റു മാധ്യമങ്ങളൊക്കെ ഇത് നേരത്തെ റിപ്പോർട്ട് ചെയ്തതിൻ്റെ കാര്യമാണ്. എങ്കിലും ഫബ്രീസിയോ പറയുമ്പോൾ ഇവിടെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നല്ല വിശ്വാസമാണല്ലോ, അതുകൊണ്ട് എടുത്ത് പറയുകയാണ്. ആഴ്സണൽ റിമെയിൻ അറ്റൻറ്റീവ് ടു ഹുലിയൻ അൽവാരസ് സിറ്റുവേഷൻ and internal feeling is they can reach an agreement with Atletico on the fee. താരത്തിൻ്റെ ട്രാൻസ്ഫർ ഫീയുടെ കാര്യത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് ഒരു എഗ്രിമെൻറ്റിലെത്താൻ പറ്റും എന്ന പ്രതീക്ഷ ആഴ്സണലിനുണ്ട്. അവരിപ്പോഴും ഹൂലിയൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുകയാണ്. പക്ഷേ ആഴ്സണൽ ഇങ്ങനെ ഒരു ബിഡ് മുന്നോട്ട് വെക്കണമെങ്കിൽ ഹൂലിയൻ ആദ്യം ആ ഡോർ ഓപ്പൺ ചെയ്യണം. അദ്ദേഹം ഡോർ ഷട്ട് ചെയ്തിരിക്കുകയാണല്ലോ, ബാഴ്സയിലേക്ക് മാത്രം പോകുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ആ തീരുമാനം ഹൂലിയൻ മാറ്റണം. ഈ ഒരു മൂവിന് അദ്ദേഹം ഡോർ ഓപ്പൺ ചെയ്യണം. അങ്ങനെയെങ്കിലാണ് ആഴ്സണൽ ഈ ഒഫീഷ്യൽ ബിഡ് കൊടുക്കുകയുള്ളൂ. ഹിസ് സ്റ്റാൻസ് വിൽ ബി ദി കീ ഫാക്ടർ. സോ ഈ ഒരു ട്രാൻസ്ഫർ നടക്കുമ്പോൾ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ട്രാൻസ്ഫർ ജാലകത്തിൽ ബാക്കി നിൽക്കവേ ഈ ഒരു ട്രാൻസ്ഫർ നടക്കുമോ എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ അതിൻ്റെ പുറകിൽ. ദി കീ ഫാക്ടർ ഈസ് ഹൂലിയൻ സ്റ്റാൻസ്. ഹൂലിയൻ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ ഫാർ ഫബ്രീസിയോ പറയാണ്, സോ ഫാർ ഹൂലിയൻ ഒൺലി വാണ്ടഡ് ബാഴ്സലോണ. ഹൂലിയൻ ഇപ്പോഴും ബാഴ്സലോണ എന്ന് പറഞ്ഞ് നിൽപ്പാണ്. ബാഴ്സ അല്ലാതെ മാറ്റെങ്ങോട്ടേക്കും താൻ പോകില്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോഴും ഹുലിയൻ അൽവാരസ് ഉള്ളത്. ഏതായാലും അതിൽ ആഴ്സണലിൽ ഇപ്പോഴും താല്പര്യമുണ്ട്. അവർ കാത്തു നിൽപ്പാണ്. അവർക്ക് വിശ്വാസമുണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് അവർക്ക് ട്രാൻസ്ഫർ ഫീയുടെ കാര്യത്തിൽ എഗ്രിമെൻറ്റിലെത്താൻ പറ്റുമെന്ന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.